വിവിധ കോടതികൾ കുട്ടികളെ പ്രസവിക്കാനും വളർത്താനുമുള്ള സിംഗിൾ അമ്മമാരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു നൽകിയിട്ടുണ്ട്. ബലാത്സംഗത്തിലൂടെ ജനിച്ച 12 വയസ്സുകാരിയുടെ സ്കൂൾ രേഖകളിൽ അമ്മയുടെ പേരും ജാതിയും മാത്രം ഉൾപ്പെടുത്തണമെന്ന് അടുത്തിടെ ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഒരു കുട്ടിയുടെ ജനന രജിസ്ട്രേഷൻ സമയങ്ങളിൽ അധികാരികൾ പിതാവിന്റെ വിശദാംശങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ IVF വഴിയോ ബലാത്സംഗത്തിലൂടെയോ ഗർഭം ധരിച്ച സിംഗിൾ അമ്മയോട് ഇത്തരം വിശദാംശങ്ങൾ എങ്ങനെ ആവശ്യപ്പെടും? അവിവാഹിതയായ ഒരു അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിനോ അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീക്ക് ജനിക്കുന്ന കുഞ്ഞിനോ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളിലും ബയോളജിക്കൽ ഫാദറിൻ്റെ പേര് കാണിക്കുന്നത് നിർബന്ധമാണോ എന്ന ചോദ്യം ഇല്ല എന്ന് അസന്ദിഗ്ധമായി കോടതികൾ വിധി എഴുതിയിട്ടുണ്ട്. 2009 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുചിത്ര ശ്രീവാസ്തവ വേഴ്സസ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന കേസാണ്. ആ കേസിൽ ബഹുമാനപ്പെട്ട നമ്മുടെ നീതിപീഠം ഒരു സ്ത്രീക്ക് കുഞ്ഞിന് ജന്മം നൽകാനുള്ള അവകാശം, the right to take a decision whether to procreate or not, is a part of our fundamental right and is protected under Article 21 of the Constitution എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള ഔദ്യോഗിക രേഖകൾക്ക് ഒരാളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കാനോ പുരുഷാധിപത്യ അനുമാനങ്ങളെ സ്ഥിരമാക്കാനോ കഴിയില്ലെന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടിയെ വളർത്തുന്നതിന്റെ മുഴുവൻ ഭാരവും വഹിക്കുന്നത് അമ്മയായിരിക്കെ പൊതുരേഖകളിൽ കുട്ടിയുടെ ഐഡന്റിറ്റി പിതാവിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന് സമൂഹത്തിന് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. അച്ഛന്റെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവർക്ക് അതിനും അവകാശമുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭധാരണം നടത്തേണ്ടി വന്ന ഒരു സ്ത്രീ അവരുടെ മകൻ്റെ രേഖകളിൽ നിന്നും ബയോളജിക്കൽ ഫാദറിൻ്റെ പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2022 കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എന്ന മനുഷ്യസ്നേഹിയായ ന്യായാധിപൻ്റെ ബെഞ്ചിലാണ് കേസ് പരിഗണനയ്ക്ക് വന്നത്. അന്ന് അദ്ദേഹം അവരുടെ കുട്ടികളുടെ രേഖകളിൽ അമ്മയുടെ പേര് മാത്രം സിംഗിൾ പാരൻ്റ് കാണിക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിക്കുകയും അത് ഇന്ത്യൻ ഭരണഘടനയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മൗലിക അവകാശത്തിൽ പെടുന്നൊരു സംരക്ഷണമാണെന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഒരു സിംഗിൾ അമ്മയെ പൂർണ്ണ രക്ഷിതാവായി അംഗീകരിക്കുന്നത് അതാരുടെയും ദാനമല്ല, അത് ഭരണഘടനാ വിശ്വാസ്യതയാണ്. പുരുഷാധിപത്യ നിർബന്ധത്തിൽ നിന്ന് ഭരണഘടനാപരമായ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാറ്റത്തെയും അന്തസ്സായ അവകാശത്തിലേക്ക് നയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളിൽ പലതും. കുട്ടിയുടെ അച്ഛൻ്റെ പേര് തന്നെ സ്കൂൾ രേഖകളിൽ വേണമെന്നും അച്ഛൻ്റെ സമുദായത്തിൽ അനുസൃതമായി ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്നുമുള്ള നിർബന്ധം പിടിക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് പുറത്തറിയേണ്ടാത്ത ഒരു കുഞ്ഞിനോട് ചെയ്യുന്ന അനീതിയാകും അത്. ക്ഷേമത്തിനും ഭരണത്തിനും സഹായകരമായ വസ്തുതകൾ രേഖപ്പെടുത്തുന്നതിനാണ് ഭരണ രജിസ്റ്ററുകളിൽ നിലവിലുള്ളത്. മാറിയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ അവ വ്യക്തിഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമല്ല.